ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാർ എടുക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. കാരണം നേരത്തെയൊക്കെ നമ്മൾ കാർ എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടും മൈലേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. കാരണം ബഡ്ജറ്റിന് വലിയ പ്രശ്നമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറുന്ന സമയത്ത് ഏറ്റവും വില കുറഞ്ഞ വാഹനം സ്വന്തമാക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക കഴിവുകൾ മാത്രമേ പലർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജിനേക്കാളും ഉപരി, മൈലേജ് ഡെഫിനറ്റ്ലി വേണം, പക്ഷേ അതിനേക്കാൾ ഉപരി സേഫ്റ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നെന്ന് പറഞ്ഞാൽ സേഫ്റ്റിയെക്കുറിച്ച് ആൾക്കാരെ ബോധവാന്മാരാക്കിയത് ടാറ്റ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അവരാണ് ഗ്ലോബൽ എൻക്യാപ്പിൽ ആദ്യമായിട്ട് ഒരു വാഹനത്തിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊണ്ടിരുന്നത്. അപ്പം നമുക്കറിയാം, പല ആക്സിഡൻസ് ഉണ്ടാകുമ്പം പല വാഹനങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിട് പൊടിയായി പോയി ആൾക്കാർക്ക് ജീവഹാനിയൊക്കെ ഉണ്ടാകും. പക്ഷേ ടാറ്റ ഈ ഒരു 5 സ്റ്റാർ സേഫ്റ്റിയിലേക്ക് അവരുടെ വാഹനങ്ങളെ കൊണ്ടുവന്നതിന് ശേഷം ടാറ്റ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പലരും പറഞ്ഞിട്ടുണ്ട്, ടാറ്റ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ടാറ്റ ആയതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൊച്ചു വാഹനങ്ങൾ മേടിക്കുമ്പോഴും സുരക്ഷയുള്ള വാഹനങ്ങൾ മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഏറ്റവും പുതിയ ടിയാഗോയുടെ ഫേസ് ലിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടിയാഗോ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ 7 ലക്ഷത്തോളം യൂണിറ്റുകൾ വിൽക്കാൻ സാധിച്ചു. ഈ വാഹനം ഇത്രയും വിജയിക്കാനുള്ള കാരണങ്ങളൊന്നെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി തന്നെയാണ്. കാരണം ഇത്രയും സേഫറായിട്ടുള്ള ഈ കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. ഇപ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നാണ് നമ്മൾ നോക്കാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്, ഇതിൻ്റെ നാഷണൽ ലോഞ്ചിന് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ടിയാഗോയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 3 കളേഴ്സും കൂടെ ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വാരണാസി റെഡ് എന്ന് പറയുന്ന ഒരു കളറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ദഹ്റാദൻ നല്ല പച്ച കളറുള്ള ഒരു വാഹനം, അതുപോലെ തന്നെ നമുക്കൊരു ഗ്രേ കളറുള്ള വാഹനം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കളേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ വാഹനങ്ങളുടെ പ്രത്യേകത നോക്കാം. പ്രധാനമായിട്ട് ഇതിൻ്റെ വില തന്നെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയന്റിന് 4,69,000 രൂപയ്ക്ക് നമുക്ക് വാഹനം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഇതൊരു പെട്രോൾ മോഡലാണ്, 1.2 ലിറ്റർ വരുന്ന പെട്രോൾ മോഡലാണ്. ഇത് കൂടാതെ നമുക്കൊരു CNG ഫ്യൂവലായിട്ട് വരുന്ന ഒരു വാഹനമുണ്ട്. അതിനകത്ത് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ CNG AMD ടാറ്റയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തും ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് മെയിൻലി കോസ്മെറ്റിക്കലി വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. വാഹനത്തിൻ്റെ ലുക്ക് ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനു മുമ്പും പല ഫേസ് ലിഫ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മികച്ച ഫേസ് ലിഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് റിവാമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒഴുക്കൻ ഡിസൈനിലാണ് വാഹനം ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു മാസി ഫീൽ നമുക്ക് വാഹനത്തിനകത്ത് ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇതാണ്ടോ ഈ ഒരു കോവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായി ഈ ഒരു ഭാഗത്തെ ഡിസൈൻ ടോട്ടലി മാറിയിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ നമുക്ക് കാണാം. ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. LED ആയിട്ട് വരുന്ന കിഡിലൻ ലൈറ്റ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു ലൈറ്റ്സ് കാണാൻ. അതുപോലെ നമുക്ക് DRLs നമുക്കിവിടെ കാണാനും നമുക്ക് സാധിക്കും. ഈ വാഹനത്തിനകത്ത് നമുക്കൊരു ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബമ്പർ ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 7ാം പോർഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ സഫാരി ഹാരിയർ അതിൻ്റെയൊക്കെ ഉള്ളൊരു സ്റ്റഡ് ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ സ്കേർട്ടിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിലേക്ക് ഒരു 360 ഡിഗ്രി ക്യാമറ, ടോപ്പ് എൻ്റെ വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു സഹായകരമായിട്ടുള്ള കാര്യം. കാരണം എത്ര ഞെരുക്കമുള്ള റോഡിലൂടെ പോയാലും ട്രാഫിക്കുള്ള സ്ഥലത്തോടെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ വാഹനം തട്ടാതെയും മുട്ടാതെയും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറെ പ്രത്യേകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് മുമ്പിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഓട്ടോ ഹെഡ് ലാംപ്സ്, അതുപോലെ നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അലോയ് വീൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിലാണ് അലോയ് വീൽസ് വാഹനത്തിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡയമെൻഷനിൽ വലിയ കാര്യമായിട്ടൊന്നും മാറ്റങ്ങളില്ല. പക്ഷേ ഓവറോൾ ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വാഹനത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു എടുപ്പ് വന്നിട്ടുണ്ട്. കാരണം ഒരു ജെംസ് മിഠായിയുടെ കവർ പോലെ ഇഷ്ടം പോലെ വാഹനങ്ങൾ നമ്മൾ നിരത്തിലേക്ക് വരുമ്പം വളരെ വർണ്ണാഭമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് നിരത്തിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. മിറേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡി കളർ അല്ല വന്നിരിക്കുന്നത്. ഇതിനകത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് നമുക്ക് കാണാം. താഴെ നമുക്ക് 360 ഡിഗ്രിയുടെ ക്യാമറ കാണാം. അതുപോലെ നമുക്ക് A പില്ലർ B പില്ലർ ഒക്കെ കാണുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ചെയ്തൊരു ഭാഗമാണ്. ഈ ഒരു ഡോർ ഹാൻഡിൽ വരുവാണെങ്കിൽ ഇവിടെ ഒരു ക്രോമിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിക്ക സെൻസർ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ നമുക്ക് ബാക്ക് സൈഡ് ടയേഴ്സ് കാണാം. പിന്നെ നമ്മൾ റൂഫിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഡ്യുവൽ ടോൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡിയുടെ കളർ നിന്ന് വ്യത്യാസമായിട്ട് ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു റൂഫാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുന്ന സമയത്തേക്ക് നല്ല കാര്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് ലൈറ്റിലാണ്. നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് എലിമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇത് കണ്ടാൽ കംപ്ലീറ്റ് ഒരു ലൈറ്റ് ബാർ സ്ട്രിപ്പ് പോലെ തോന്നും. പക്ഷേ അതിനകത്ത് എലിമിനേഷൻ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് മുകളിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു ഷാർഫിൻ്റെ ആന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ, പിന്നെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗറുള്ള ഗ്ലാസ്, ബാക്കിൽ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ടിയാഗോ എന്നുള്ള റൈറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈനും കട്ടുകളും ഒക്കെ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്
ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അകത്തേക്ക് വന്നപ്പോൾ ഗംഭീര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ ഉണ്ടായിരിക്കുന്ന അതേ ഡിസൈനിനേക്കാളും മികച്ച ഒരു ഇൻറ്റീരിയർ വാഹനത്തിന് അകത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അകത്തേക്ക് വരുമ്പോൾ ഒരു ഗ്രേ ട്വിൻഡിലാണ് അകത്തേക്ക് ഡാഷ്ബോർഡ് ഏരിയ ആണെങ്കിലും ഒക്കെ നമുക്കൊരു ഗ്രേ ട്രീറ്റ്മെൻറ്റ് കാണാം. സീറ്റുകളൊക്കെ ആണെങ്കിലും ഗ്രേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ലെതറായിട്ട് വരുന്ന സീറ്റുകളില്ല, പകരം ഫാബ്രിക് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. മാനുവലി ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് സീറ്റ്സിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വലിയതായിട്ട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ടാറ്റയുടെ ഇപ്പോൾ നമുക്ക് സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഇലുമിനേറ്റഡ് ലോഗോ വന്നാണ്. അതൊക്കെ എടുത്ത് മാറ്റി അതിന് ശേഷം നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് ലെതറായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ഒന്നുമല്ല, ഡീകട്ടായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൺട്രോൾസും സംഭവങ്ങളൊക്കെ എംബോസ് ചെയ്തിരിക്കുന്നതല്ല, വെച്ചിരിക്കുന്നത് വേറൊരു പാറ്റേണിലാണ്. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഇതിലല്ല വന്നിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഫെസിലിറ്റീസ് വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ വാഹനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. കുറച്ചും കൂടെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് രണ്ട് സ്ക്രീനുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ. നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് 10.1 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. ഇതിനകത്ത് നമുക്ക് IRA കണക്ടിവിറ്റി ഉണ്ട്, 20+ ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ട്. ആ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേയിൽ നമുക്ക് കണക്ടിവിറ്റി ആയിട്ട് കിട്ടും. ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വന്നപ്പോഴത്തേനാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു സ്ക്രീൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ പാരാമീറ്റേഴ്സും ഉണ്ട്. അപ്പം വാഹനത്തിൻ്റെ ഒരു പ്രീമിയംനെസ് ടോട്ടലി മാറി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സീറ്റ്സ് ഒക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും നമുക്ക് ബോണറ്റിൻ്റെ എൻഡ് വരെ കാണാവുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. AC-യുടെ സ്ലോട്ടുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തേക്ക് നടുക്കിലേക്ക് വരും, സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയ ഇതാണ് നമ്മുടെ പെട്ടെന്ന് കണ്ണിലേക്ക് വരുന്നത്. കാരണം ഇത് പുതിയൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചസ് 360 ഡിഗ്രിയുടെ സ്വിച്ചസ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, 360 ഒക്കെ നമുക്ക് 2D ആൻഡ് 3D വ്യൂവിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നൊക്കെയുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ട്രാക്ക് ഓഫ് ട്രാൻസ്മിഷൻ ആണുള്ളത്. നമുക്കൊരു 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ നമുക്കൊരു AMG ട്രാൻസ്മിഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊരു റോട്ടർ ഡയലും സ്വിച്ചും ഒക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ 2 ട്രീറ്റ്മെൻ്റ് ആണ്, ബ്ലാക്ക് അതുപോലെ തന്നെ ഗ്രേഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊക്കെ ഫാബ്രിക് ആയിട്ട് വരുന്ന ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിനകത്ത് ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന് ഇതിനകത്ത് ഒരു ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സുഖകരമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അതിനകത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഹാൻഡ് ബ്രേക്കുകൾ നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. കീലൊന്നും വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഈ വാഹനത്തിൻ്റെ മറ്റുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സേഫ്റ്റി ശരിക്കും എൻഹാൻസ് ചെയ്യുന്നുള്ളത്. ശരിക്കും ഈ ഫേസ് ലിഫ്റ്റ് കൊണ്ട് ശരിക്കും ടാറ്റ കംപ്ലീറ്റ്ലി സേഫ്റ്റി റിവാമ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ റോൾ കേജ് കംപ്ലീറ്റ് മാറി കുറച്ചും കൂടെ സ്ട്രെങ്തർ ആയിട്ടുള്ള രീതിയിലാണ്. അതായത് ഈ വാഹനം ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്രാഷ് ടെസ്റ്റ് ചെയ്ത് അത് കൂടാതെ തന്നെ വേറെ ടിയാഗയും കൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ സൈഡിൽ വന്നിടിച്ച് ആ ടെസ്റ്റും കൂടെ അത് നോക്കുന്ന സമയത്ത് ഗ്ലോബൽ എൻക്യാപ്പിൽ അല്ലെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പ് ടെസ്റ്റിംഗ് അല്ല, ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഈ വാഹനം നമുക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പം സേഫർ കാഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്. അപ്പം സേഫ്റ്റിയുടെ കാര്യം കൊണ്ട് യാതൊരു കാര്യം കൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് റോയിലേക്ക് പോകാം. ബാക്ക് റോയിലേക്ക് വന്ന സമയത്തേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ഇതിനകത്ത് ബാക്ക് റോയിലേക്ക് പോകുന്ന സമയത്ത് ഡോർ ട്രിമിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാറ്റ സീറിയലൊക്കെ കണ്ടുവരുന്ന അതേ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് പറയുക. സീറ്റ്സ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. ഇത് ഷൂട്ടിന് വേണ്ടി കുറച്ച് ഇറക്കിയിട്ടുകൊണ്ടാണ് കേട്ടോ. എന്നാലും നമുക്ക് ഇവിടെ ലെഗ് മുട്ടുന്നില്ല. ഒത്തിരി സീറ്റ് ബാക്കിലേക്ക് കിടക്കുന്നത്. നമുക്ക് ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്പേസ് കിട്ടും. ഇവിടെയൊക്കെ ആണെങ്കിൽ സീറ്റ് പോക്കറ്റ്സും കാര്യങ്ങളുണ്ട്. ഒരു അഡ്വാൻറ്റേജ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഇത് ബാക്കിൽ AC കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ 65 പോർട്ടിൻ്റെ ഒരു ചാർജർ ഫെസിലിറ്റിയും ഉണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഫ്രണ്ടിലേക്ക് ഒന്ന് കാണിച്ചു തരാമോ? ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പറയാനായിട്ട് വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർഡ് കൊടുത്തിട്ടുണ്ട്. 2 ഫോണുകൾ അറ്റ് എ ടൈം നമുക്ക് ചാർജ് ചെയ്യാൻ പാകത്തിലാണ് വയർലെസ് ചാർജിങ് പോർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ ലോഞ്ചിലായതുകൊണ്ട് ഓടിച്ചു വിട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് ഷോറൂമിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് നിലവിലൊരു പെട്രോൾ എഞ്ചിൻ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ട്. 1.2 ലിറ്ററിൻ്റെ നമുക്ക് റിവോട്രോൺ എന്ന് പറഞ്ഞ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. നിലവിലുണ്ട് മൈലേജ് ഫിഗേഴ്സ് അങ്ങനെ തന്നെ തുടരും. പ്രൈസിൻ്റെ കാര്യം പറയുമ്പോഴാണ് ബേസ് വേരിയൻറ്റ് 4,69,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതായത് നമുക്കൊരു 5.5 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്കൊരു വാഹനം, സേഫ്റ്റി ഉള്ള വാഹനം നമുക്ക് ഇറക്കാൻ സാധിക്കും. CNG ആണ് 5,75,000 രൂപയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതിനെക്കുറിച്ചുള്ള കമൻറ്റ് വേണം നിങ്ങൾ താഴെ ഒന്ന് എഴുതുക. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം പ്രൊമൈ ഷോ.